എല്ലാവർക്കും നമസ്കാരം. 28 ദിവസം നീളുന്ന ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലനം നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പരിശീലനത്തിനായി നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്നവയായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ പരിശീലനം തുടരുക. അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്ന അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമായിരിക്കും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം എത്ര എളുപ്പത്തിൽ സ്വന്തമാക്കാമെന്ന് നിങ്ങൾക്ക് ഈ പരിശീലനം അവസാനിക്കുന്നതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അതിനായി നിങ്ങൾക്കുള്ളതിനും നിങ്ങൾക്ക് ലഭിച്ചതിനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. 28 ദിവസം നീളുന്ന ഈ പരിശീലനത്തിൽ ചില പരിശീലനങ്ങൾ എല്ലാ ദിവസവും രാവിലെ മുതൽ ആരംഭിക്കേണ്ടവയാണ്. മറ്റു ചിലത് ദിവസം മുഴുവൻ പരിശീലിക്കേണ്ടവയാണ്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പരിശീലിക്കാവുന്നവയാണ്. ഇനി ഒരു ദിവസം നിങ്ങൾ മുടക്കം വരുത്തിയാൽ മുടക്കം വരുത്തുന്ന ദിവസം മുതൽ 3 ദിവസം പിന്നോട്ട് പോയി അവിടെ നിന്ന് വീണ്ടും പരിശീലനം ആരംഭിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പരിശീലനം ആരംഭിക്കാം. 1-ാം ദിവസത്തെ പരിശീലനം നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക എന്നതാണ്. ഇതിൻ്റെ പ്രധാന ആശയം നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾ എത്ര ചെറുതോ വലുതോ ആയാലും നിങ്ങൾ അതിന് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ അത് നിങ്ങളിൽ വർദ്ധിക്കും. അത് വളരെ കുറച്ചേ ഉള്ളെങ്കിലും കയ്യിലുള്ളതിന് ഇപ്പോൾ നന്ദി പറയുക. ഉദാഹരണമായി, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് പണമേ ഉള്ളൂ. ഉള്ളതിന് നന്ദി പറയുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളൊന്നും വളരെ മെച്ചത്തിലുള്ളതല്ല. വളരെ കുറച്ച് ബന്ധങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഉള്ളതിന് നന്ദി പറയുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട്, പക്ഷേ നിങ്ങളത് ആഗ്രഹിച്ച ജോലിയല്ല. ഉള്ളതിന് നന്ദി പറയുക. ഒട്ടും താമസിയാതെ തന്നെ നിങ്ങളുടെ തൊഴിലിൻ്റെ സാഹചര്യങ്ങൾ മാറുകയും നിങ്ങളുടെ തൊഴിൽ കൂടുതൽ ആസ്വാദ്യകരമായി മാറുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ മറുവശം എന്താണെന്ന് വച്ചാൽ, നമുക്കില്ലാത്ത കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഇല്ലായ്മയാണ് വിലമതിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതോടെ ഇല്ലായ്മ നമ്മളിൽ കൂടുതലായി വർദ്ധിക്കും. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വിലമതിക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിതം സമൃദ്ധമാക്കാനുള്ള എളുപ്പവഴി. വരുന്ന 28 ദിവസം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ 10 എണ്ണം വീതം എല്ലാ ദിവസവും രാവിലെ എഴുതുക. എഴുതുമ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് നന്ദിയുള്ളത്, എന്തുകൊണ്ടാണ് നന്ദിയുള്ളത് എന്നുകൂടി എഴുതുക. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ നന്ദിയുടെ ആഴം വർദ്ധിക്കും. അതിൻ്റെ അവസാനം നന്ദി 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 എന്ന മാന്ത്രിക വാക്ക് ചേർക്കുക. വരുന്ന 28 ദിവസം എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഈ പരിശീലനം ആവർത്തിക്കണം. ഇനി എന്തിനെല്ലാമാണ് നിങ്ങൾ നന്ദി പറയേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയാം. നിങ്ങളുടെ ജീവിതത്തോട് നന്ദി പറയാം. നിങ്ങളിലെ ശക്തിയോട് നന്ദി പറയാം. നിങ്ങളിലെ നല്ല ആശയങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളെ സഹായിച്ച വ്യക്തികൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ വീട്, കുടുംബം, സുഹൃത്തുക്കൾ, ജോലി, നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾ എല്ലാത്തിനോടും നിങ്ങൾക്ക് നന്ദി പറയാം. ഭൂമിയോട്, സൂര്യനോട്, കുടിക്കുന്ന വെള്ളത്തിന്, കഴിക്കുന്ന ഭക്ഷണത്തിന്, ശ്വസിക്കുന്ന വായുവിന്, മരങ്ങളോട്, മൃഗങ്ങളോട്, സമുദ്രത്തോട്, പക്ഷികളോട്, പൂക്കളോട്, ചെടികളോട്, ആകാശത്തോട്, മഴയോട്, നക്ഷത്രങ്ങളോട്, ചന്ദ്രനോട് എല്ലാത്തിനോടും നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളോട് നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ കണ്ണുകൾ കാണാൻ സഹായിക്കുന്നു. ചെവികൾ കേൾക്കാൻ സഹായിക്കുന്നു. വായ രുചി അറിയാൻ സഹായിക്കുന്നു. മൂക്ക് മണമറിയാൻ സഹായിക്കുന്നു. ത്വക്ക് തൊട്ടറിയാൻ സഹായിക്കുന്നു. നടക്കാൻ സഹായിക്കുന്ന കാലുകൾ, എല്ലാ പ്രവൃത്തികൾക്കും നമ്മളെ സഹായിക്കുന്ന കൈകൾ, മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി, ദഹന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, നിങ്ങളെ ജീവനോടെ നിലനിർത്തുന്ന എല്ലാ അവയവങ്ങളോടും നിങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ ആരോഗ്യത്തിന് നന്ദി പറയാം. നിങ്ങളുടെ ജോലിക്ക് നന്ദി പറയാം. നിങ്ങളുടെ വിജയങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ പണത്തിന് നന്ദി പറയാം. നിങ്ങളുടെ ബന്ധങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് നന്ദി പറയാം. സന്തോഷത്തിന്, സ്നേഹത്തിന്, അങ്ങനെ നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി പറയാം.
ഓരോ തവണ നിങ്ങൾ നന്ദി പറയുമ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ അതിനെ അനുഭവിക്കുക. നിങ്ങൾ എത്ര നന്നായി അതിനെ അനുഭവിക്കുന്നോ നിങ്ങൾ അത്രയും നന്ദിയുള്ളവരായിരിക്കും. നിങ്ങൾ കൂടുതൽ കൂടുതൽ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളിൽ കൂടുതൽ കൂടുതൽ സന്തോഷം എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ്. ചില ദിവസങ്ങളിൽ നിങ്ങൾ വളരെ വേഗം സന്തോഷത്തിലേക്കെത്തും. എന്നാൽ ചില ദിവസങ്ങളിൽ അല്പം സമയമെടുത്തേക്കാം. എന്നാലും നിങ്ങൾ നന്ദിയുടെ പാതയിൽ തന്നെ പിന്മാറാതെ തുടരുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എല്ലാ ദിവസവും പറയത്തക്ക രീതിയിൽ 10 കാര്യങ്ങൾ കണ്ടെത്തുക എന്നത് പ്രയാസമായിരിക്കുമെന്ന്. എന്നാൽ നിങ്ങൾ അതേപ്പറ്റി കൂടുതലായി ചിന്തിക്കുന്തോറും നിങ്ങൾക്ക് മനസ്സിലാകും നന്ദി പ്രകാശിപ്പിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന്. നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഓരോ ദിവസവും നിങ്ങൾക്ക് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലും നിങ്ങൾ നിരവധി അനുഗ്രഹങ്ങൾ നേടിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. എല്ലാം ഓർത്തെടുക്കുക. അപ്പോൾ 1-ാം ദിവസത്തെ പരിശീലനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. കഴിയുമെങ്കിൽ ഈ എഴുതിയ 10 കാര്യങ്ങൾ ഒരു ദിവസം ഒന്നിലധികം തവണ വായിക്കുന്നത് നിങ്ങളെ കൂടുതൽ നന്ദിയുള്ളവരാക്കി നിർത്താൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പരിശീലനം ആരംഭിക്കുക. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻ്റായി എന്നോട് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.